ഹായ് ഹലോ നമസ്കാരം. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. നല്ല സൗന്ദര്യവും ആരോഗ്യകരവുമായിട്ടുള്ള മുടിക്കുള്ള 5 ടിപ്സ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് മുടിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മുടിയുടെ ഭംഗി നഷ്ടപ്പെടുത്തുന്ന മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളത് ഭക്ഷണശീലമാണ്. പെട്ടെന്നുണ്ടാകുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് കൂടുതലായിട്ട് വറുത്തത് പൊരിച്ചതായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി, അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടുത്തെ വേറൊരു ഭക്ഷണശീലത്തിലേക്ക് മാറുന്നത് വഴി, അങ്ങനെയൊക്കെ നമ്മുടെ ഭക്ഷണത്തിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് മുടിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ വെള്ളം മാറി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ബോർവെൽ വാട്ടറുകൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്, അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത്, ഇങ്ങനെയൊക്കെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും നമ്മുടെ മുടി ചിലപ്പോൾ ഡാമേജ് ആയേക്കാം. പിന്നെ അത് നമ്മുടെ ജീവിതശൈലിയാണ്. കൂടുതലും പുറത്തുനിന്നുള്ള ഫുഡുകളെ അല്ലെ ജങ്ക് ഫുഡുകളെ ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്ന ആളുകളിൽ കൂടുതലും പുറമേ നിന്നുള്ള ഫുഡുകളൊക്കെ എടുക്കേണ്ടി വരുമ്പം അതിനുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ നഷ്ടപ്പെടുന്നത് വഴിയും നമുക്ക് മുടിക്ക് വേണ്ടുന്ന അത്ര ഒരു പോഷകം കിട്ടാത്ത അവസ്ഥ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ പ്രകൃതി, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ചില വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ച് വിന്റർ സീസണിലൊക്കെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ടും നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സംഭവിച്ചേക്കാം. പിന്നെ ഉള്ളത് ഡാൻഡ്രഫ് ആണ്. ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ ഡ്രൈ ഡാൻഡ്രഫ് ഉണ്ട്, അല്ലാണ്ട് തന്നെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇച്ചിങ്ങുകളുണ്ട്, കുരുവുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സ്കാൽപ്പിൽ വന്നേക്കാം. അപ്പോൾ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസും ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. ചില ആളുകളിൽ വരണ്ട ഹെയറും മുടി ഡാമേജ് ആക്കി കളയുന്നുണ്ട്. പൊട്ടിപ്പോവാനായിട്ടും മുടി തിന്നാവാനായിട്ടും ഉള്ള കാരണങ്ങളാണ് ഈ വരണ്ട മുടി. അത് ഈ വരണ്ട മുടി ഉണ്ടാവാനായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയോ, അല്ലെങ്കിൽ നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന ഓട്ടോഇമ്മ്യൂൺ ഡിസീസുകളോ തൈറോയ്ഡ് ഡെഫിഷ്യൻസിയോ ഒക്കെ കാരണമായേക്കാം. അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ മുടിക്ക് പ്രോബ്ലം ഉണ്ടായേക്കുന്ന കാരണം എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്കിനി ഇത് വീണ്ടെടുക്കാൻ, നമ്മളുടെ ഈ ഡാമേജ് ആയിപ്പോയിട്ടുള്ള ഹെയർ നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന 5 ടിപ്സ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യുക എന്നുള്ളതാണ്. ആഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മൾ ഓയിൽ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിയുടെ ഹൈഡ്രേറ്റിംഗ് ലെവൽ മെച്ചപ്പെടുത്താനായിട്ടും നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ആകാനായിട്ടും, അങ്ങനെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഒരു ഉണർവ് കിട്ടാനായിട്ടും, നല്ല വോളിയം വരാനായിട്ടും, ഹെയർ ഫാൾ തടയാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം, വെർജിൻ കോക്കനട്ട് ഓയിൽ അത് യൂസ് ചെയ്യാം, അതുപോലെ ടീ ട്രീ ഓയിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് ബോയിൽ ചെയ്തിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഇതിലേത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമ്മളൊരു 30 മിനിറ്റോളം മസാജ് കൊടുത്തിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അപ്പൊ ആ സമയത്ത് മൈൽഡ് ആയിട്ടുള്ള ഒരു സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഹോം റെമഡിയായി. അതുപോലെ തന്നെ പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒമേഗ 3 ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ധാരാളമായിട്ട് എടുക്കുക. പച്ചക്കറിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് എടുക്കുക. അതുപോലെ ചീരവർഗ്ഗങ്ങൾ, മുരിങ്ങയില പോലെയുള്ള ആഹാരങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെള്ളം, 3-4 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. മുടിയുടെ ഹൈഡ്രേറ്റിംഗ് ലെവൽ നിലനിർത്താനായിട്ട് ഏറ്റവും നല്ലത് നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സമ്മർ സീസണിലൊക്കെ മുടി വരണ്ടു വരാനുള്ള കാരണം തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ അധികം വെള്ളം കുടിക്കാറില്ല. അപ്പോൾ ആ സമയത്ത് മുടിയുടെ വരൾച്ച ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ട് 3-4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ വല്ലാണ്ടുള്ള കെമിക്കൽസ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് സ്റ്റൈലിംഗ് സ്പ്രേകൾ, അതുപോലെ തന്നെ ഡെയിലി അയണിങ് ചെയ്യുന്ന പരിപാടികൾ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ ഡെയിലി ബ്ലോ ഡ്രൈ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുടി ചിലപ്പം ഡാമേജ് ആയേക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സുകൾ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഇന്റർവെല്ലിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് മുടി എപ്പോഴും ഫ്രഷ് ആയിട്ട് വെക്കാനായിട്ട് നോക്കുക. പിന്നുള്ളത് നമുക്ക് ഹോം മെയ്ഡ് മാസ്കുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാവുന്ന മാസ്കുകൾ പലതുണ്ട്. അലോവേറ ചേർന്നിട്ടുള്ള മാസ്കുകളുണ്ട്,
അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ചേർന്നിട്ടുള്ള മാസ്കുകളുണ്ട്, അതുപോലെ തൈരും ചെറുനാരങ്ങയൊക്കെ ചേർന്നിട്ടുള്ള മാസ്കുകളുണ്ട്. അങ്ങനെ പലതരം, അതുപോലെ മുരിങ്ങയില ഇട്ട് ചെയ്യാവുന്ന മാസ്കുകളുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ഫേസ് പാക്കുകൾ കൊണ്ടിട്ട് നമുക്ക് ആഴ്ചയിൽ ഒന്ന് നമ്മുടെ മുടി ഒരു 20 മിനിറ്റോളം ഒരു ഫേസ് പാക്ക് വെച്ച് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനായിട്ടും മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വരണ്ട ഹെയർ ഉള്ള ഒരുപാട് ആളുകളുണ്ടല്ലേ. ഇപ്പോൾ വരണ്ട ഹെയർ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ടിപ്പും കൂടെ പറഞ്ഞുതരാം. വരണ്ട ഹെയർ നമുക്ക് മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മുടി പൊട്ടിപ്പോവാനായിട്ടും മുടി വളരെയധികം നേർത്ത് വരാനായിട്ടും സ്കാൽപ്പിൽ ഇച്ചിങ് ഉണ്ടാവുക, അങ്ങനെ പല പ്രശ്നങ്ങളാണ് വരണ്ട മുടിക്കാർക്കുള്ളത്. ഒരു തരത്തിലും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു മുടിയാണ് ഈ വരണ്ട ഹെയർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി മാസ്ക് ആണ് ഞാനിപ്പോൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മുടെ തേൻ എടുക്കുക, അതുപോലെ തന്നെ ടീ 3 ഓയിൽ എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ടയും കൂടി മിക്സ് ചെയ്യുക, അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ആ ഓയിലിൽ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കി ഒരു പാക്കാക്കി എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട്, സ്കാൽപ്പിലും മുടിയിലും നല്ലോണം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ലൂക്ക് വാം വാട്ടറിൽ നല്ലോണം കഴുകിയെടുത്ത് കണ്ടീഷണറും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി. മുടിയുടെ ആ ഡ്രൈനെസ് ഒക്കെ മാറി മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും. അത് ആഴ്ചയിൽ 1-2 തവണ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വരണ്ട ഹെയർ ഉള്ളവർക്ക് ഒരു അടിപൊളി പായ്ക്കാണിത്. അപ്പോൾ ഈ പായ്ക്ക് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റിൽ അറിയിക്കണം. അതുപോലെ തന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ മുടിയുടെ എന്ത് പ്രശ്നമാണ്, എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ ഡാമേജ് ആയി പോയത്, അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്ത് മാറ്റങ്ങൾ വരുത്തിയാൽ എൻ്റെ മുടി പഴയ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. 1 മാസം ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കമന്റ് രൂപത്തിൽ എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.